5 പേരിലൂടെ അജിത് കുമാർ ഇനിയും ജീവിക്കും. മസ്തിഷ്ക മരണത്തെ തുടർന്നുള്ള അവയവദാനത്തിലൂടെയാണ് കൊല്ലം കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായ ബി അജിത് കുമാർ ഇനിയും ജീവിക്കുക. മസ്തിഷ്ക മരണം ഉറപ്പായതോടെ കണ്ണുകളും വൃക്കയും കരളും ദാനം ചെയ്യാൻ ബന്ധുക്കൾ തീരുമാനിക്കുകയായിരുന്നു. തൃക്കടവൂർ കുരീപ്പുഴ പ്ലാവറ നഗർ 47 കോനാവട്ടത്ത് വീട്ടിൽ ബി അജിത് കുമാർ കഴിഞ്ഞ ദിവസമാണ് സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അന്തരിച്ചത്. മസ്തിഷ്ക മരണം ഉറപ്പായപ്പോൾ അജിത് കുമാറിന്റെ കണ്ണുകളും വൃക്കയും കരളും ദാനം ചെയ്യാൻ ബന്ധുക്കൾ തീരുമാനിക്കുകയായിരുന്നു. ഒരു വൃക്കയും കരളും കൊല്ലം ട്രാവൻകൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് റോഡ് മാർഗം പ്രത്യേക ഗ്രീൻ കോറിഡോർ ഒരുക്കിയാണ് തിരുവനന്തപുരത്തെ വിവിധ ആശുപത്രികളിൽ എത്തിച്ചത്. കരൾ തിരുവനന്തപുരം കിംസ് ആശുപത്രിയിലും വൃക്ക തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും എത്തിച്ച് ശസ്ത്രക്രിയയ്ക്ക് കൈമാറി. ഒരു വൃക്ക തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള നീരിമൺകടവ് സ്വദേശിയായ 48-കാരനും രണ്ടാമത്തെ വൃക്ക കൊല്ലം ട്രാവൻകൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള വർക്കല സ്വദേശിനിയായ 37-കാരിക്കും കരൾ തിരുവനന്തപുരം കിംസ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന കഴക്കൂട്ടം സ്വദേശിയായ 68-കാരനുമാണ് നൽകിയത്. നേത്രപടലങ്ങൾ തിരുവനന്തപുരം റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഒഫ്താൽമോളജിക്ക് കൈമാറി. കൊല്ലത്തെ പ്രമുഖ കോൺഗ്രസ് നേതാവും കോർപ്പറേഷൻ വിദ്യാഭ്യാസ കായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായിരുന്നു അജിത് കുമാർ. തൃക്കടവൂർ ഗ്രാമപഞ്ചായത്ത് മുൻ അംഗവുമാണ്. അമ്മ ജഗദമ്മയ്ക്കൊപ്പമായിരുന്നു അവിവാഹിതനായ അജിത് കുമാർ താമസിച്ചിരുന്നത്. കഴിഞ്ഞ സെപ്റ്റംബറിൽ അമ്മ മരിച്ചു. തുടർന്ന് അജിത് കുമാർ ഒറ്റയ്ക്കായിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.